ഹലോ, ഹാപ്പി മോർണിംഗ് എല്ലാവർക്കും. ഇന്ന് നിങ്ങൾക്കൊരു നല്ല ദിവസമാണ് കേട്ടോ. കാരണം നിങ്ങളിപ്പോൾ ഒരു നല്ല കാര്യം കേൾക്കാനായി തയ്യാറായിരിക്കുന്നു. ഇത് നിങ്ങളെ ഒരു മികച്ച ദിവസത്തിലേക്ക് എത്തിക്കും, തീർച്ച. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. അച്ചടക്കമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും എന്ത് തോന്നുന്നുവോ അത് ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ടാണ് കാണാറുള്ളത്, അല്ലേ? ഒരു കെട്ടുപാടുമില്ലാതെ പറന്നു നടക്കുന്നത് പോലെ. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലെന്നാണ് ഇന്നത്തെ നമ്മുടെ വിഷയം പറയുന്നത്. അച്ചടക്കമുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്നത്. ഇതൊരു വിരോധാഭാസമായി തോന്നാമെങ്കിലും സത്യമാണ്. കാരണം ഇന്ന് നമ്മൾ അച്ചടക്കത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ നാളത്തെ ദുഃഖത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നു. നാളെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു മോചനമാണ് ഈ അച്ചടക്കം. ഒരു ഉദാഹരണം പറയാം. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കഴിക്കാനും ഉറങ്ങാൻ തോന്നുന്നത്ര സമയം ഉറങ്ങാനും വ്യായാമം ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ന് നമുക്കുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അച്ചടക്കമില്ലാതെ ജീവിച്ചാൽ നാളെ എന്ത് സംഭവിക്കും? രോഗങ്ങൾ വരാം, ആരോഗ്യം മോശമാകാം, അതിലൂടെ വലിയ മാനസിക വിഷമങ്ങളിലും സാമ്പത്തിക ബാധ്യതകളും വന്നു ചേരാം. അപ്പോൾ ആ നാളത്തെ ദുരന്തങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ദുരിതത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നത് ഇന്ന് നമ്മൾ കാണിക്കുന്ന ഭക്ഷണത്തിലെ അച്ചടക്കം, വ്യായാമം ചെയ്യാനുള്ള അച്ചടക്കം, ചിട്ടയായ ജീവിതം എന്നിവയല്ലേ? നമ്മൾ ഇന്ന് അച്ചടക്കത്തോടെ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും, രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത്, കൃത്യമായി ജോലി ചെയ്യുന്നത്, സാമ്പത്തികമായി അച്ചടക്കം പാലിക്കുന്നത്, ചെറിയ വ്യായാമങ്ങൾ ചെയ്യുന്നത്, ഇതെല്ലാം നാളെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളായി പ്രതിഫലിക്കും. ഇത് നമ്മളെ കൂടുതൽ ആരോഗ്യവാന്മാരാക്കും, സാമ്പത്തികമായി സുരക്ഷിതരാക്കും, മാനസികമായി കരുത്തരാക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന അച്ചടക്കം നാളെ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ചെറുതാണെന്ന് തോന്നുന്ന ഈ ശീലങ്ങൾ വലിയൊരു വിജയത്തിലേക്കും സമാധാനത്തിലേക്കും നമ്മളെ നയിക്കും. അച്ചടക്കത്തോടെ ഓരോ ദിവസത്തെയും മികച്ചതാക്കാൻ നമുക്ക് സാധിക്കട്ടെ. താങ്ക് യു. ഇറ്റ്സ് മീ, വിശാഖ്.